അറിവിന്റെ സാഗരം ഗുരുസാഗരം. ജനനി നവരത്ന മഞ്ജരി അല്ലേ? ഏത് രാഗത്തിലാണ് ജനനി നവരത്ന മഞ്ജരി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്? ഭൈരവി രാഗത്തിലാണ്. അപ്പോ ജനനിയും ഒരു ഭൈരവിയാണല്ലോ അല്ലെ? ഒരു സ്ത്രീ രാഗമാണത് അല്ലെ? സ്ത്രീ രാഗമാണോ ശ്രീരാഗമാണോ എന്നുള്ളതാണ്. അപ്പൊ പാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ജനനി നവരത്ന മഞ്ജരിക്ക് ഒരു വലിയ അർത്ഥതലമുണ്ട്. എന്താണെന്നറിയോ? ഇതൊരു വേദാന്ത കൃതിയാണ്. ഇതൊരു സ്തോത്രമായിട്ടാണ് എല്ലാവരും പറയുന്നതെങ്കിലും ശരിക്കും നല്ലൊരു വേദാന്ത കൃതിയാണ്. കാരണം ഈ പ്രപഞ്ചത്തിന് ആധാരമായിരിക്കുന്ന ശക്തി, ഈ ശക്തിയാണ് ഈ പ്രപഞ്ചത്തെ മുഴുവനും ഉണ്ടാക്കി കാണിക്കുന്നത്. ഈ ശക്തി ഉണ്ടായിരിക്കുന്നത് ശക്തനിൽ നിന്നാണ്. ശക്തൻ എന്ന് പറയുന്നത് ബോധമാണ്, കോൺഷ്യസ് എന്ന് പറയുന്നത്. കോൺഷ്യസ്നെസ്സിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന ആ ശക്തി ഉണ്ടാക്കി കാണിക്കുന്ന ഒരു മായാജാലമാണ് ഈ പ്രകൃതി എന്ന് പറയുന്നത്, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. അപ്പോ ഇതില് ഭഗവാൻ പറയുന്നുണ്ട്, മീനായതും ഭവതി മാനായതും ജനനി, നീ നാഗവും നഗഖഗം താനായതും ധര നദി നാരിയായതും. നദി നാരി നരൻ നാഗം നരകം, ഇതെല്ലാം നീയാണ്. എന്നിട്ട് പറയാ, നീ നാമരൂപം അതിൽ നാനാവിധ പ്രകൃതി മാനായി നിന്നറിയുമീ, ഇതെല്ലാം അറിയുന്ന ഞാനായതും ഞാനും നീ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിലും അമ്മയെ കാണുകയാണ്. 9 സ്തോത്രങ്ങൾ 9 രത്നങ്ങളായിട്ടാണ് ഭഗവാൻ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് വേദാന്തത്തിന്റെ 9 രത്നങ്ങൾ തന്നെയാണ്. ഈ രത്നങ്ങളെ ഒരു മാലയായിട്ട് കോർത്തിരിക്കുന്നു ജനനി നവരത്ന മഞ്ജരി എന്ന് പറയുന്നത്. ത്രിപുടി വന്നാശു തന്മതി മറന്ന് ഉന്നായ മാമതിയ നിന്നായിരം ത്രിപുടി വന്നാശു തന്മതി മറന്ന് അന്നാദിയിൽ പ്രിയമുയർന്നാടല കടലിലൊന്നായി വീണു വലയും എന്നാശയം ഗതി പെറും നാദഭൂമിയിലമർന്ന വിരാപ പടരും ചിന്നാഭിയിൽ പൊടി എന്നാണറും കടി കലർന്നാറിടും ജനനേ ഉന്നായമതിയ നിന്നായിരം ത്രിപുടി വന്നാശു തന്മതി മറന്ന് ഉന്നായമതിയ നിന്നായിരം ത്രിപുടി വന്നാശു തന്മതി മറന്ന് അന്നാദിയിൽ പ്രിയമുയർന്നാടലാം കടലിലൊന്നായി വീണു വലയും എന്നാശയം ഗതി പെറും നാദഭൂമിയിലമർന്ന വിരാപ പടരും ജനനീ ആരായുകിൽ തിരകനീരായിടും പണിയാരായിടും കുടവും ആരായിടുന്നതിനു ഒരു വരം
പവമഗസ ഉന്നായ മാമതി നിന്നായിരം കൂടി വന്നാശു തന്മതി മറന്ന് അറിവിന്റെ സാഗരം ഗുരുസാഗരം